കൊല്ലത്ത് പോലീസുകാരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കുലർ. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനാണ് സർക്കുലർ ഇറക്കിയത്. പോലീസുകാർ അഡ്മിൻമാരായ വാട്സാപ്പ്, ടെലിഗ്രാം അക്കൗണ്ടുകൾ പരിശോധിക്കും. ഇത്തരം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഡിക്ലറേഷൻ നൽകണമെന്നും സർക്കുലറിൽ. ഷമീർ അബ്ദുൾ ഉണ്ട് വിവരങ്ങളുമായി. ഷമീർ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു നീക്കവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്? ഇതെങ്ങനെയായിരിക്കും നടപ്പിലാക്കുക? എന്താണ് വിശദാംശങ്ങൾ? അഖില, നേരത്തെ തന്നെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വാട്സപ്പ് അതുപോലെ ടെലഗ്രാം അടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ വലിയ രീതിയിൽ വിമർശനമുണ്ടായി. പലതരത്തിലുള്ള കമൻറ്റുകൾ, പല വാട്സപ്പ് രീതി ജാതിമതങ്ങൾ വേർതിരിച്ചുകൊണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നു. അങ്ങനെ വിവിധ തരം വാട്സപ്പുകളിൽ പോലീസുകാർ അഡ്മിന്മാരായിരിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ വലിയ വിമർശനം പോലീസിന് നേരിടേണ്ടി വന്നു. ഇത്തരമൊരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് കൊല്ലം സിറ്റി പോലീസ് പരിധിയിലുള്ള SHOമാർക്കും അതുപോലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വാട്സപ്പ് നമ്പറുകളിൽ അഡ്മിൻ ആയിരിക്കുക അല്ലെങ്കിൽ ടെലഗ്രാം നമ്പറുകളിൽ അഡ്മിൻ ആയിരിക്കുന്ന അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് ACPമാരോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തുടർന്ന് അത്തരം വിവരങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറുകയും ചെയ്യണം. അതിനോടൊപ്പം തന്നെ അത്തരം വാട്സപ്പുകൾ അല്ലെങ്കിൽ ടെലഗ്രാം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തമായ ഒരു ഡിക്ലറേഷൻ ഫോം അത് ഫില്ല് ചെയ്ത് ഇന്നത്തെ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകണമെന്നാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതായത് ഈ പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു നിർദ്ദേശം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സേനയിലുള്ള തന്നെ പല പോലീസ് ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത്. അതിൽ വലിയ നീരസം സേനയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇന്ന് വൈകിട്ടകം തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിർദ്ദേശം എല്ലാ ഉദ്യോഗസ്ഥരും പാലിക്കണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ നിർദ്ദേശിച്ചത്. എന്തായാലും രഹസ്യാന്വേഷണ വിഭാഗത്തിനോടും ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അഡ്മിന്മാരായിരിക്കുന്ന വാട്സപ്പ് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് നൽകാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിനോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജില്ലയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും അവരുടെ ഫോൺ നമ്പറുകളും ശേഖരിച്ചു വെക്കാനും ഈ ഒരു സർക്കുലറിൽ പറയുന്നുണ്ട്. സേനയിലെ ഒരു വിഭാഗത്തിന് തന്നെ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങൾ നൽകിയത്.